സജി നന്ദിയാട്ട് അവർ ഈ പരാതി ഫിലിം ചേംബറിന് നൽകിയിരിക്കുന്ന പരാതി പിൻവലിക്കുമെന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം അതിന്റെ രഹസ്യാത്മകത, രഹസ്യ സ്വഭാവം, താങ്കൾ അത് പൊളിച്ചു കളഞ്ഞു എന്ന രൂപത്തിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയോ എന്താണ് അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ശ്രീ സജി നന്ദിയാട്ട്? അല്ല, ഫിലിം ചേംബറിനല്ല പറയാൻ നൽകിയിരിക്കുന്നത്, ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ്. ഞാനും റാണിയും ഈ പറഞ്ഞിരിക്കുന്ന സജിത മഠത്തിൽ ഉൾപ്പെടുന്നവരാണ്, ഉൾപ്പെടുന്നവരാണ് ഞങ്ങൾ വിൻസിയോട് സംസാരിച്ചത്. വിൻസിക്ക് ഇന്നലെ വൈകിട്ട് വിൻസി എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റിദ്ധാരണ വന്നതാണ്, അതിനകത്ത് ഞാൻ സോറി പറയുന്നു. ഞാനായിട്ട് ഒരു ചാനലിലും ഈ വിൻസിയുടെ പരാതി കൊടുക്കുകയോ, വിൻസിയുടെ റാണിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, റാണി ഞാനും ഇന്ന് 2 പ്രാവശ്യം സംസാരിച്ചാണ്. ഒരിക്കലും വിൻസി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇതാരാണ്, ഏത് സിനിമയാണെന്ന് ഞങ്ങൾ ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി, ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ ഇതിൽ വിൻസി ആരെയാണ് അക്യൂസ്ഡ് ആക്കിയിരിക്കുന്നത് ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാൻ വിൻസി ഞങ്ങളോടും എന്നോടും ആവശ്യപ്പെട്ടു. റാണി സാക്ഷിയാണ്. അപ്പോൾ ഒരിക്കലും ഞാനത് ലംഘിച്ചിട്ടില്ല. പക്ഷെ വിൻസി ആരോ തെറ്റിദ്ധരിപ്പിച്ചെന്നുള്ള ഒരു ഉറപ്പാണ്. അതിന്റെ ഭാഗമായി വിൻസിക്ക് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി പല കാര്യങ്ങളും മനസ്സിലായി എന്ന് റാണി ഉൾപ്പെടെ എന്നോട് സംസാരിച്ചു. കാരണം ഞാൻ ഇന്നസെന്റാ, ഞങ്ങൾക്കത് വെളിയിൽ വിട്ടിട്ട് എന്ത് നേട്ടമാണ്? ഒരിക്കലുമില്ല. ആ കുട്ടിയോട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടാണ് ഇതിനകത്ത് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ IC കൃത്യമായി പാലിക്കപ്പെടണം, മോണിറ്റർ ചെയ്യപ്പെടണം. ഞങ്ങളെ മോണിറ്ററിംഗ് ആണ്. IC കൃത്യമായി എല്ലാ ലൊക്കേഷനും കറക്റ്റായി പോകാൻ ഈ റാണി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ്. വളരെയധികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെബ്സൈറ്റ് പോലും ഞങ്ങൾ ഈയിടെ ഉണ്ടാക്കി, മെയിൽ ID ഉണ്ടാക്കി. ഇതിന്റെ പുറകെ ഈ പറഞ്ഞ പോലെ പോഷ് ആക്ട് എന്താണ്, ഇതിന് ലഘുലേഖകള്, എല്ലാ സ്ഥലത്തും എത്ര ഇഞ്ചിൽ ഫ്ലെക്സ് വേണം, ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ മറിച്ച് പരാതികൾ വരുമ്പോ ഞങ്ങൾ ചെയ്തതെല്ലാം വൃഥാവിലാകുകയാണ്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ചിലർക്ക് ഏമ്പക്കം വിടാൻ വേണ്ടി ഞങ്ങൾ എന്തിനാണ് കോട്ടുവായിടുന്നത്? ഞങ്ങളെ വെറുതെ ഒരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നത് ശരിയല്ല. ഇവിടെ വനിതകൾ അവരുടെ തൊഴിലിടങ്ങളിൽ കൃത്യമായി പോണം, അവർ സുരക്ഷിതരായിരിക്കണം. ഞങ്ങൾക്ക് താങ്കൾ പറയേണ്ട ഒരു കാര്യം ശ്രീ സജി നന്ദിയാട്ട്, ഇതിനകം ICകൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന എത്ര പരാതികളിൽ നിങ്ങൾ നടപടിയെടുത്തു എന്നുള്ളതാണ്. എല്ലാ സെറ്റിലും ഉണ്ടല്ലോ IC. കറക്റ്റ്. ഇവിടെ ഞങ്ങൾക്ക് ICയിൽ ആകെ ലഭിച്ചത് ഇതിനു മുമ്പ് ഒരു പരാതി മാത്രമാണ്. ഇവിടെ WCCയുടെ 3 മെമ്പർമാരുണ്ട്, ഫെഫ്കയുടെ 3 മെമ്പർമാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മയുടെ 3 മെമ്പർമാരുണ്ട്. അമ്മ 2 വർഷമായി ICയിൽ പങ്കെടുക്കുന്നില്ല. ഫെഫ്ക കുറച്ച് നാളുകളായി പങ്കെടുക്കുന്നില്ല. യാഥാർത്ഥ്യം പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, ഫിലിമിലെ എക്സിബിറ്റ് അസോസിയേഷന്റെയും മാക്ടയുടെയും പ്രതിനിധികൾ 3 പേരടങ്ങുന്ന സംഘം റാണി പ്രൊഡ്യൂസർ അസോസിയേഷനെ പ്രതിനിധീകരിച്ചിരിക്കുന്നു. WCCയിൽ 3 അംഗങ്ങളുണ്ട്, സജിതാ മഠത്തിൽ ഉൾപ്പെടെ, ആശ ഉൾപ്പെടെ. ഞങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുമ്പോൾ കേൾക്കുക, അവിടെ എല്ലാ സെറ്റിലും IC ഉണ്ട്. IC ഇല്ലാത്ത ഒരു സിനിമയും 2022 ശേഷം മലയാളത്തിൽ ചേംബർ റേസ് ചെയ്ത ഒരു സിനിമകളും ഉണ്ടായിട്ടില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം സെക്രട്ടേറിയറ്റിൽ ചെന്നു. ബഹുമാനപ്പെട്ട IAS ഓഫീസർ വസുകി ഞങ്ങളുമായി ചർച്ച നടത്തി. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജയിക്കുമ്പോൾ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തു. അതിനുശേഷം മിനിറ്റ്സ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ICയുടെ കോപ്പി തരാൻ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ വണ്ടറായി പോയി, ഞങ്ങൾ ധരിച്ചത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണെന്നാണ്. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായി അറിയണം, ഞങ്ങളുടെ ഇൻഡസ്ട്രിയില് കൃത്യമായി കാര്യങ്ങൾ നടക്കണം, ലഹരി വിമുക്തമാകണം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B രാകേഷ് കത്ത് കൊടുത്തു. ശരി, അങ്ങനെയാണെങ്കിൽ ക്രെഡിബിളായ വിവരം കിട്ടിയാൽ റെയ്ഡ് നടത്തും. ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, ക്രെഡിബിളായ വിവരം കിട്ടണം. അങ്ങനെ എൻ്റെ സെറ്റിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ടെക്നീഷ്യൻസ് അതല്ലെങ്കിൽ താരങ്ങൾ ഈ രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു വിവരം ഏതെങ്കിലും സിനിമാ സെറ്റിൽ നിന്നും പോയിട്ടുണ്ടോ? അതിന്മേലൊരു ഒരു റെയ്ഡ് നടത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വിവരം കൊടുത്തിട്ടില്ല ആരും. എല്ലാ സെറ്റിലേക്കും ഇങ്ങനെ എക്സൈസും പോലീസും വന്നോട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഷാഡോ പോലീസോ ഷാഡോ എക്സൈസ് ഉദ്യോഗസ്ഥർക്കോ അവിടെ വരാം.
അവർക്ക് നിരീക്ഷിക്കാം. ഈ സിനിമയുടെ പേര് വെളിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് ആ പ്രൊഡ്യൂസറുടെ ഇതെല്ലാം ബാധിക്കുന്ന ഒരു പ്രൊഡ്യൂസറെയാണ്. പണം മുടക്കുന്നവനെ മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം കുഞ്ഞുകളിയാ. അവർക്ക് ഇറങ്ങി ഓടാം, ചാടാം, അവർക്ക് ഉല്ലസിക്കാം, ആറാടാം. പക്ഷെ പണം മുടക്കുന്നവൻ, കഷ്ടപ്പെട്ട് പൈസയായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറുടെ അവസ്ഥ മനസ്സിലാക്കണം. അതിനകത്ത് വന്ന് ഇറങ്ങിയാൽ 5 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഒരാളെ തിരികെ വിടാൻ പറ്റില്ല. കാരണം 5 ദിവസം ഷൂട്ടിങ്ങിന്റെ എക്സ്പെൻസ് ആര് മുടക്കും? അപ്പോൾ അവർ അതിന് വശംവദരാകും. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ചാനൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് എന്തും പറയാം. ഇതിനകത്ത് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ലൊക്കേഷനിൽ പരിശോധിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷെ സിനിമയുടെ പേര് പറഞ്ഞ് പൊതുസമൂഹത്തിനിടയിൽ അതിനൊരു മൈനസ് മാർക്ക് വീഴണമെന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയല്ല. സാമ്പത്തികമായി ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങളുടെ മെമ്പർമാർ ഇറങ്ങുമ്പോൾ അവരെ സേവ് ചെയ്യാനുള്ള ഒരു ഭാഗമായി പറയുന്നതാണ്. പക്ഷെ മറിച്ച് ഒരു സെറ്റിലും ഒരു ലഹരി ഉപയോഗിക്കപ്പെടരുത്. നമ്മുടെ ഷൂട്ടിംഗ് സെറ്റുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ സിനിമാക്കാർക്ക് പ്രത്യേകതയൊന്നുമില്ല. സിനിമാക്കാരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ലഹരി എന്ന് പറയുന്ന വിപത്തിനെ ക്യാൻസർ ആയിട്ട് നമ്മൾ കാണുന്നു. അത് ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാവണം. ഈ സമൂഹത്തിന് അരാജകത്വം ഉണ്ടാകരുത്. സമാധാനപരമായ നല്ലൊരു തലമുറ ഇവിടെ ഉണ്ടാവണം. ഈ ഇൻഡസ്ട്രി നന്നായി പോകണം. അങ്ങനെ ഇൻഡസ്ട്രി നന്നായി പോകണം എന്നുള്ളപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്നൊരു വ്യക്തിയെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതൊരു സന്ദേശമാകുമോ, അല്ലെങ്കിൽ അതാണോ യഥാർത്ഥ നടപടി എന്നുകൂടി താങ്കൾ പറയണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിൻസി ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അത് തെലുങ്കിൽ നിന്നുള്ളതാണ്. ആ പ്രൊഡ്യൂസർ തെലുങ്കനാണ്. അവർ ആ പടത്തിൽ വളരെ കൃത്യമായി പെരുമാറിയ വളരെ എക്സ്ട്രാ ഡീസന്റ് ആണ്. വിൻസിക്ക് പോലെ അതൊക്കെ സംശയമില്ല. വിൻസി വളരെ കൃത്യമായ ഒരു നല്ല കുട്ടിയാണെന്നാണ് എന്റെ ഇതുവരെയുള്ള അഭിപ്രായം. വിൻസി ആ പരാതി ഉറച്ചു നിന്നാൽ ഈ ഐസിക്ക് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇടപെടാൻ ഇപ്പോഴത്തെ ആദ്യ റൗണ്ടിൽ അവകാശമല്ല. ഇതിന് ചില നടപടിക്രമമുണ്ട്. അത് മനസ്സിലാക്കണം. ഇതൊരു സ്വകാര്യ സംഘടനയല്ല. ഇത് വനിതാ കമ്മീഷൻ ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന പോഷോ ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം. നമുക്ക് വെറുതെ വൈകാരികമായി പെട്ടെന്ന് കയറി പ്രതികരിക്കാൻ പറ്റില്ല. അവിടെ വന്നിട്ട് വിൻസി ആ പരാതിയിൽ ഉറച്ചു നിന്നാൽ 1 വർഷം വരെ, ശ്രദ്ധിക്കൂ സ്മൃതി, 1 വർഷം വരെ ഈ നടനെ മാറ്റി നിർത്താൻ അവകാശമുണ്ട്. ഞങ്ങൾ ഈ നടനെ വിലക്കാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇടപെടും. ഒരു നടനെ വിലക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഉടനെ തന്നെ നിങ്ങൾ പലരും ചോദിക്കും, ഈ നടന്റെ ജോലി കളയാൻ നിങ്ങളെ എന്താ അവകാശം? അടുത്ത ആൾക്കാർ അമ്മയെ തലയാൻ 2 പക്ഷമാണ്. അതുകൊണ്ട് വരമ്പത്തൂടെ നടക്കാൻ പറ്റത്തില്ല, കണ്ടത്തിക്കൂടെ നടക്കാൻ പറ്റുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പോകണം. ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അതാണ്. അതുകൊണ്ട് തന്നെ IC ആണ് അതിന്റെ ഫൈനൽ. ഞങ്ങൾ പിന്നീടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.